പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം കനക്കുന്നു. US വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. ഇത് മാൾട്ടയിലുള്ള മലയാളികളെയും ബാധിക്കും. കാരണം നാട്ടിലേക്ക് പോകുന്ന ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നീ രാജ്യങ്ങളാണ് ഇറാന്റെ മിസൈൽ വ്യോമ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റ് തങ്ങളുടെ വ്യോമപാത അടിയന്തരമായി തന്നെ അടച്ചിരിക്കുന്നു. എന്നാൽ ആകാശത്തുണ്ടായിരുന്ന വിമാനങ്ങളെല്ലാം വഴിതിരിച്ചു വിടുകയും എല്ലാവരും സേഫായി ലാൻഡ് ചെയ്യുകയും സുരക്ഷിത താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണെന്നും അവിടുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് തുടർച്ചയായ 2ാം ദിവസമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇറാന്റെ വിവിധ കേന്ദ്രങ്ങളിൽ US ശക്തമായ ഒരു ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ കനത്ത തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച് ഇറാൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ ഇറാനെ ആക്രമിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന തന്നെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു അമേരിക്ക വ്യോമാക്രമണം കടുപ്പിച്ചത്. അതേസമയം ആഗോള എണ്ണക്കടത്തിന്റെ പ്രധാന പാതയായിരുന്ന ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കുവാൻ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഹോർമൂസിലൂടെ കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്നും ഒരു തരത്തിലുള്ള കപ്പലുകളും കടത്തിവിടില്ല എന്നും ഇറാൻ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. മുന്നറിയിപ്പ് ലംഘിച്ച 2 കപ്പലുകളെ ഇറാൻ സൈന്യം ഇതിനകം തന്നെ ആക്രമിച്ചതായും വ്യക്തമായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. മറ്റൊരു നിർണായക സംഭവത്തിൽ ഒമാൻ തീരത്തിന് സമീപം വെച്ച ഇന്ത്യൻ ജീവനക്കാരുള്ള എണ്ണക്കപ്പലിന് നേരെ US സൈന്യം ആക്രമണം നടത്തിയെന്ന വാർത്തയും പുറത്തുവരുന്നത്. ഉപരോധം ലംഘിക്കുവാൻ ശ്രമിച്ചതിനാണ് ആക്രമണമെന്നാണ് US സെൻട്രൽ കമാൻഡിന്റെ ന്യായീകരണം. മിസൈൽ ആക്രമണത്തിൽ കപ്പലിന് തീ പിടിക്കുകയും ഒരു ഇന്ത്യൻ നാവികൻ മരിക്കുകയും 2 പേരെ കാണാതാവുകയും ചെയ്തു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. സംഭവത്തിൽ ഡൽഹിയിലെ US നയതന്ത്രജ്ഞനെ വിളിച്ചു വരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.